Hi everyone, welcome to Vardhan Talks. We are going for a short trip to Kodaikanal, so we thought we'll take you guys along with us. In our first vlog ആണ്. I hope you guys enjoy watching it. Let's go. എങ്ങോട്ടേക്കാ റോഡ് ട്രിപ്പ്? We're going to Kodaikanal. വയാ? വയല്ല, ഡയറക്റ്റ് കൊടൈക്കനാൽ. ഓക്കെ പിന്നെ മധുര. ഓക്കെ ഓക്കെ. റൂട്ട് മാപ്പ് എല്ലാം സെറ്റ് അല്ലേ? ലഗേജ് ഒക്കെ ഫുൾ പാക്ക് ചെയ്തു. ഓക്കെ ഇനി നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. വീട് കൂട്ടണ്ടേ? ഫസ്റ്റിലാണ് എല്ലാം പാക്ക് ചെയ്ത്. ലഗേജ് എല്ലാം വെച്ചിട്ടില്ലേ? ഒന്ന് കാണിക്കും. ഓൾ സെറ്റ്. ടെമ്പററി സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കുറച്ച് തിന്ന സാധനങ്ങൾ. ഞാൻ ആ പെട്ടി, ആ ലഗേജ്, നമ്മളെ റെയിൻ കോട്ട്സ് ഇൻ കേസ് വി ഗെറ്റ് എ ഗുഡ് റെയിൻ. യാ സെറ്റ് അല്ലേ? ഷോർട്ട് റോഡ് ട്രിപ്പ്. ആൾട്ടർനേറ്റ് വേ ഉണ്ടാ? സോ ബ്ലോക്കിൽ എന്നിട്ട് തന്നെ പോകേണ്ടി വരും അല്ലേ? ബാംഗ്ലൂർ തമിഴ്നാട് ബോർഡർ കിടക്കുന്നവരാണ് നമുക്ക് എന്തായാലും. ടുവേർഡ്സ് തമിഴ്നാട് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ ഹൈവേ ആയതുകൊണ്ട് കുറേ ടോൾ ഗേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫാസ്ടാഗ് ഒന്ന് റീചാർജ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫാസ്ടാഗ് ലോറിയെല്ലാം എന്താ ഈ നേരത്ത്? വൈകുന്നേരം അല്ലേ പോവാ? ആ ബ്ലോക്ക് തുടങ്ങിയല്ലോ. താഴത്തും ബ്ലോക്കോ? ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്ന ബ്ലോക്ക്. ഇനി എത്ര നേരം ഈ ബ്ലോക്കിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയൂല. അവിടുത്തെ ബ്ലോക്ക് കഴിഞ്ഞു. വി ആർ മൂവിങ് ഫോർവേഡ്. നല്ല മഴക്കാറ് പോലെയുണ്ട് ക്ലൗഡ്സ് കാണുമ്പോൾ. We have reached the border, toll gate from Karnataka to Tamil Nadu. ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ തമിഴ്നാടുവാ? എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന്? അവക്കാഡോ ടോസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയ അവക്കാഡോ വിത്ത് അവക്കാഡോ ബ്രെഡ്, പിന്നെ സണ്ണി സൈഡ് അപ്പ്. ആരുണ്ടാക്കിയത്? ഞാൻ. ആര്? മൈ വൈഫ്. അങ്ങനെ പറ.
നമ്മൾ നല്ല അവക്കാഡോ ടോസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ വി ആർ ഫുൾ. ഇങ്ങനെ ഹോൺ അടിച്ചോണ്ട് എന്താ കാര്യം? മുമ്പത്തെ ആൾക്കാർ നീങ്ങണ്ടേ? ബൈ. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. അത്തിപള്ളി ദം ബിരിയാണി. നമ്മൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട് എത്തിയിട്ടുണ്ട്. We have 423 kilometers to Kodaikanal. Time is 3:30 p.m. രാവിലെ ഇറങ്ങാന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഉറങ്ങാൻ കുറച്ച് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്, പാക്കിംഗ് എല്ലാം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയി. തമിഴ്നാട് നല്ല മഴ. ഓക്കെ, വി ബീച്ച് കൃഷ്ണഗിരി. നമ്മളെ മുരുകൻ ഇഡ്ലി പോകുന്ന വഴി. നമ്മള് മുരുകൻ ഇഡ്ലി എത്താനായി. അത് ഈ ബൈക്കേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അതാണ് മുരുകൻ ഇഡ്ലി. ബൈക്കേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മളൊരു ഒരു സൺഡേ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നല്ല പൊടി ഇഡ്ലിയും മസാല ദോശ കേസരി എല്ലാം കഴിച്ച് ഇപ്പം നിറഞ്ഞിട്ടാ തിരിച്ചു പോയത്. നല്ല യെല്ലോ ഫ്ലവേഴ്സ്. എൻ്റെ ഫേവറേറ്റ് ഒമാൻ ചിപ്സ്. ഇതിവിടെ അജ്ഫാനിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം അവിടുന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കലാന്ന് എൻ്റെ പണി. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഭയങ്കര എന്താ പറയുക, എഡിക്റ്റിംഗ് ആണ്. തിന്നോണ്ടേയിരിക്കും. സോ ഇനി കുറച്ച് സമയം നമുക്ക് ഒമാൻ ചിപ്സ് കഴിക്കാം. നമ്മൾ തൊപ്പൂർ എത്തി. തൊപ്പൂർ കുറച്ച് പ്രോൺസ് ഫ്രൈ ഉണ്ടായിരുന്നു. പ്രോൺസ് ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐ ഡോണ്ട് നോ എത്ര ആൾക്കാർ പ്രോൺസിന്റെ തല കഴിക്കുന്നു. മൈ ഹസ്ബൻഡ് ഹേറ്റ് ഇറ്റ് ലിറ്ററലി. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ് പ്രോൺസിന്റെ തല. വഴിക്കെല്ലാം കുറേ പോലീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ VIP കാറുണ്ട്. കുറേ DMK കൊടി. എനിക്ക് DMK ആണെന്ന് അറിയില്ലായിരുന്നു. My husband told. Finally we reached Salem. സേലത്തെത്തിയിരിക്കണു. ഞാൻ വിചാരിച്ചു ഇത്ര ഈസിലി ഇങ്ങനെ ബാക്കോട്ട് പോകുന്നത്. സീരിയസ്ലി ഒരു ലോറി ഇതേ ബാക്കോട്ട് പോകുന്നു നമ്മളെ മുന്നിൽ. ഭയങ്കര ഈസിലി ഇങ്ങനെ ബാക്കോട്ട് പോകുന്നു. ഞാൻ വിളിച്ച അടിപൊളി റിവേഴ്സ് ഒന്നല്ലോ എന്ന് നോക്കുമ്പോ എന്താ കഥ. ഇതിനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഗൈസ്. സേലത്തിലെത്തിയപ്പോ വീണ്ടും മഴ ഗൈസ്. ബാക്കിൽ മൗണ്ടൻസ് അതിൻ്റെ മേലെ നല്ല ക്ലൗഡ്സ്. പെട്ടെന്നൊരു മഴ വന്നു, മഴ പോയി. നേരെ പോകുന്ന റോഡാണ് ചെന്നൈയിലേക്ക് ഗൈസ്. വി ടേൺ ടു ദ റൈറ്റ്.
ഒരു വലിയ പോൾട്രി ഫാം കണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്. അപ്പോൾ ക്യാപ്ചേർഡ് നോക്കിയാൽ എത്രയാ കോഴികൾ. നമ്മളെ വയറ്റിൽ അൽഫാം ഷവായി ഒക്കെ ആവുന്ന സാധനങ്ങളല്ലോ. എന്ത് വലുതാ നോക്കിക്കേ. സോ ബിഗ് ഇറ്റ് ഈസ്. ഇവിടുത്തെ ഒരു അണ്ണനോട് ചോദിച്ചിട്ട് നമ്മളെ വീഡിയോ എടുത്തു. Okay, so now we are at Namakkal. നാമക്കൽ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ കുറേ കോളേജസ് ഒക്കെ കണ്ടു. കോളേജ് ഓഫ് ടെക്നോളജി. ലെഫ്റ്റ്. ഓക്കെ, ഇന്ന് ലെഫ്റ്റ് എടുത്താൽ ട്രിച്ചി, സ്ട്രേറ്റ് എടുത്താൽ മധുരൈ. ഡിണ്ടിഗൽ 130 കിലോമീറ്റർ സ്ട്രേറ്റ്. ഡിണ്ടിഗലിന് നമുക്ക് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണ്ടേ? That was my inspiration for this trip. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഓണിയൻ പക്കോട വാങ്ങിയിട്ടുണ്ട്. വാഴ ബജിയ ചൂടോടെ ഉണ്ടെങ്കിൽ കഴിക്കാം. ബൂസ്റ്റ്, ഓണിയൻ പക്കോട, hot വാഴക്ക ബജി. crispy. Boost eppadi. രാത്രിയായി. നമ്മളിപ്പം കരൂരെത്താൻ പോകുന്നല്ലേ? 25 ഇതാണ് കാവേരി റിവർ. രാത്രിയായിട്ട് റിവർ കാണുന്നില്ല. So we are crossing Kaveri river right now. നമ്മുടെ മുന്നിൽ ഒരു VIP കാറ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. തമിഴിലെ ഏരിയ. So we don't know who it is. We reached Dindigul അല്ലേ? ഡിണ്ടിഗൽ. ഇനിയിപ്പോൾ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പോകുന്നു. ഡിണ്ടിഗൽ എത്തിയിട്ട് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാണ്ട് എങ്ങനെയാ അല്ലേ? ഡിണ്ടിഗൽ ടൗൺ നല്ല അത്യാവശ്യം ക്രൗഡഡ് പ്ലേസ് ആണല്ലോ. തലപ്പാക്കട്ടി ബിരിയാണി എന്ന സ്ഥലം എത്തിയിരിക്കുന്നു. ഫൈനലി വി റീച്ച് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കുടിക്കുന്നുണ്ട്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. നോട്ട് ദാറ്റ് ഗുഡ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. കരണ്ടി ഓംലെറ്റ് മുറുക്കി. ചിക്കൻ കരണ്ടി ഓംലെറ്റ്. ഉള്ളിൽ ചിക്കൻ ഓംലെറ്റിനെ ബോൾ പോലെ ആക്കിയിട്ട് തലപ്പാക്കട്ടി ബിരിയാണി, കൊല്ലം ചിക്കൻ. അങ്ങനെ തലപ്പാക്കട്ടി എന്താ ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി. ബിരിയാണി വാസ് ലൈക്ക് ആവറേജ് അല്ലാണ്ട് ഭയങ്കര പറയാനൊന്നുമില്ല. ടോട്ടൽ ബിൽ വാസ് 1182. ഇന്ന് നമ്മൾ എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് വിൽ ഗോ ടു കൊടൈക്കനാൽ. സോ നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്തു ഗോവൈബിബോ വഴി. ഹോട്ടൽ PVK ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. We made it here. ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി
ദിസ് ഈസ് അവർ റൂം ഇൻ ഡിണ്ടിഗൽ. ഇന്നത്തേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്ത റൂം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റൊക്കെയാണ്. TV, bathroom, yeah.